Good morning all. Welcome to EduLine. So നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്യൂഡോ കോഡ്. സോ ഇതിനു മുമ്പേ നമ്മൾ അൽഗോരിതം എന്താ നോക്കി, ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കി അല്ലേ. സോ ഇനി നെക്സ്റ്റ് ആണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എഴുതില്ലേ, ഇംഗ്ലീഷിൽ പ്ലെയിൻ ഇംഗ്ലീഷ് എഴുതില്ലേ. സോ അതാണ് ആക്ച്വലി സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അപ്പം കുറെ അനോട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒരു പ്ലെയിൻ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്നു, അതാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്യൂഡോ കോഡിൽ നിന്ന് നമുക്ക് അൽഗോരിതം എഴുതാം, ദെൻ അൽഗോരിതത്തിൽ നിന്ന് നമുക്ക് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്ലെയിൻ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നു. സോ അതാണ് ആക്ച്വലി സ്യൂഡോ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സ്യൂഡോ കോഡിന് പ്രത്യേകിച്ച് സിൻടാക്സ് ഒന്നുമില്ല. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റൂൾ ആണ്. ഓക്കെ, അത് എങ്ങനെ എഴുതണം എന്നുള്ള റൂൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് സിൻടാക്സുകൾ ഒന്നുമില്ല, റൂൾസ് ഒന്നുമില്ല സാധാരണ. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ട്, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് അനുസരിച്ചിട്ട് നമ്മൾ എഴുതുമ്പോഴാണ് അത് ആ ഒരു ലാംഗ്വേജിലാണ് ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ ആ ലാംഗ്വേജിന്റെ സിൻടാക്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഓക്കെ, പക്ഷേ സ്യൂഡോ കോഡിന് അവിടെ എന്താ, സിൻടാക്സ് ഒന്നും ഇല്ല, ഒരു സിൻടാക്സും ഇല്ല, വെറുതെ നമുക്ക് ഒരു പ്ലെയിൻ ഇംഗ്ലീഷ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് കമ്പൈൽ ചെയ്യാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തെടുക്കാനോ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, ഇതൊരു ജസ്റ്റ് ഒരു പ്ലെയിൻ ഇംഗ്ലീഷ് മാത്രമാണ്. ഓക്കെ, ദെൻ ഇത് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ദ കുക്ക്ഡ് അപ്പ് റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. അൽഗോരിതത്തിന്റെ ഒരു കുക്ക്ഡ് അപ്പ് റെപ്രസെന്റേഷൻ ആണ് ഈ പറയുന്ന സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഫോൾസ് കോഡ് എന്നും പറയാം. സ്യൂഡോ കോഡിനെ നമുക്ക് ഫോൾസ് കോഡ് എന്നും പറയാം. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് സ്യൂഡോ കോഡിന്. ഇനി റീഡബിലിറ്റി കൂടുതലാണ്. റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണ് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ അത് മനസ്സിലാകും. ഓക്കെ, എന്താണ് ഈ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആർക്ക് നോക്കിയാലും, സാധാരണ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ നോക്കിയാൽ എന്താ അത് മനസ്സിലാകും, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് റീഡബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഗ്രാമും അൽഗോരിതവും ഫ്ലോ ചാർട്ടും ഒക്കെ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാമും അൽഗോരിതവും അല്ലെങ്കിൽ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ഒക്കെ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്യൂഡോ കോഡ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് അൽഗോരിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്യൂഡോ കോഡ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം ഈ ഒരു വലിയ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ തന്നെ എന്താ, അവിടെ ഡോക്യുമെന്റേഷൻ പർപ്പസ് ഉണ്ട് അല്ലെ. അപ്പോൾ അവിടെ ഡോക്യുമെന്റ് ചെയ്യും, അതായത് നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കോഡ് എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്യൂഡോ കോഡ് അതിനകത്ത് കാണും. ഓക്കെ, അതായത് ആ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എങ്ങനെയാണ് ആ ഓരോ ലൈനും വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ആ ഒരു പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് ഓരോ ലൈനും എങ്ങനെയാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സ്യൂഡോ കോഡിൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് എന്താണ്, അതിനെയൊക്കെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം എന്താ, രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നു, അതിന്റെ നമ്മൾ അൽഗോരിതം നോക്കിയിരുന്നു അല്ലെ, അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ കണ്ടു. പക്ഷേ സ്യൂഡോ കോഡ് എഴുതിയിരിക്കുന്നു നോക്കുക, അതേ സ്റ്റാർട്ട് പ്രോഗ്രാം, എന്റർ ടു നമ്പേഴ്സ് എ കോമ ബി, ആഡ് ദ നമ്പേഴ്സ് ടുഗദർ, പ്രിന്റ് സം, എൻഡ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എന്താ ഒരു പ്ലെയിൻ ഇംഗ്ലീഷ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും അല്ല എഴുതുന്നത്, വെറുതെ നമ്മളിങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, സ്യൂഡോ കോഡ് ഫോർ ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ചിന്റെ സ്യൂഡോ കോഡാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലീനിയർ സെർച്ച് ലിസ്റ്റ് വാല്യൂ, ഒരു ലിസ്റ്റും ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഉണ്ട്. സോ ഫോർ ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ് മാച്ച്, ഇഫ് മാച്ച് ഐറ്റം ഈക്വൽ ടു വാല്യൂ, ഈ ഐറ്റവും വാല്യൂവും തമ്മിൽ എന്താണ് മാച്ച് ആകുന്നുണ്ടെങ്കിൽ എന്താണ് ഐറ്റം ലൊക്കേഷൻ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. പിന്നെ അതുപോലെ എൻഡ്, ഈഫ് എൻഡ് ചെയ്യുക, ഫോർ എൻഡ് ചെയ്യുക. ഓക്കെ, പ്രൊസീജിയർ ഫുൾ എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകും, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലെ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ഒരു വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകും. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അൽഗോരിതം നോക്കി, ഫ്ലോ ചാർട്ട് നോക്കി, ദെൻ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്യൂഡോ കോഡ് നോക്കുന്നത്. ഓക്കെ, അപ്പം പ്ലെയിൻ ടെക്സ്റ്റിൽ നമ്മൾ എഴുതുന്ന എന്താണ് ഫോൾസ്
ഫോൾസ് കോഡുകളെയാണ് നമ്മൾ ഈ ആക്ച്വലി എന്താ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ, സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കേസിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്യൂഡോ കോഡുകൾ, ഫോൾസ് കോഡുകൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അതായത് ആ ഒരു പ്രോഗ്രാം എന്താണ്, ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് പ്ലെയിൻ ഇംഗ്ലീഷിൽ എഴുതി വെക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി സ്യൂഡോ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.